നമ്മൾ ഒത്തിരി നാളായിട്ട് കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു MOS 4 ഓലയുടെ. അപ്പോൾ ഇന്നത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണത്, എന്തൊക്കെ പുതിയ ഫീച്ചർ എന്നുള്ളതൊക്കെ നോക്കാം. 100ഓളം പുതിയ ഫീച്ചറാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ് ഇവരുടെ അപ്ഡേറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ലോഞ്ചിങ് ടൈമിൽ പറഞ്ഞത് 100ഓളം പുതിയ ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ്. ഇപ്പോൾ ബീറ്റ വെർഷൻ ഞാൻ ഓൾറെഡി ചെയ്തേക്കുന്നത്. അതിൽ തന്നെ അത്യാവശ്യം നല്ല എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. കുറേയൊക്കെ ബീറ്റ് ആണെന്നുള്ള വിഷയമുള്ളൂ. അപ്പോൾ സ്റ്റേബിൾ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം, എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്ഡേറ്റ് ചെയ്യണേക്കാൾ മുമ്പായിട്ട് നിങ്ങൾക്ക് ചാർജ് അത്യാവശ്യം ഉണ്ടെന്ന് ഉള്ളത് ഉറപ്പുവരുത്തുക. ഒരു 50% മേളിൽ എന്തായാലും ചാർജ് വേണം. കാരണം ഇടയ്ക്കൊക്കെ കട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ഫെയിൽ ആവും. അതുപോലെ തന്നെ വൈഫൈ വെച്ചിട്ടാണ് ഇപ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് നമുക്ക് ഈ സിം വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാമായിരുന്നു. ഇപ്പം സിസ്റ്റം അപ്ഡേറ്റ് വൈഫൈ വെച്ച് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അപ്ഡേറ്റ് 4 Gen 1 D15 80p എന്നുള്ള പേരിലാണ് ഈ അപ്ഡേറ്റ് വന്നേക്കുന്നത്. 1.17 GB ഫയലുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്തൊക്കെ സംഭവം കാണിക്കാം. അതിന് മുമ്പ് അപ്ഡേറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു 30 മിനിറ്റ്സ് ടൈം നമുക്ക് എടുക്കും ഇത് അപ്ഡേറ്റ് ആവാനായിട്ട്. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഇതുപോലെ വെരിഫൈങ് ഇൻസ്റ്റാളേഷൻ പാക്കേജ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അതൊരു കുറച്ച് നേരം വരെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് തീർന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റോളം കഴിയുമ്പോൾ തന്നെ അത് ഇൻസ്റ്റാളിങ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഈ അപ്ഡേഷൻ ഇനിയും എടുക്കും ഒരു കുറച്ച് ടൈമും കൂടി. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ MOS 4ൻ്റെ അപ്ഡേറ്റിൻ്റെ അവസാന സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം തീരാറായിട്ടുണ്ട്. ആ പോയിന്റിൽ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ MOS 4ൻ്റെ അപ്ഡേറ്റ് ഇൻസ്റ്റാളേഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ട് ഡിസ്പ്ലേ ആണ്. ഫ്രണ്ട് ഡിസ്പ്ലേയിൽ ഫസ്റ്റ് ഹോമിൽ വരുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. നമ്മൾ ബീറ്റയിൽ ഉണ്ടായ പോലെ തന്നെ മോഡ് പുതിയത് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തേക്കുന്നതുകൊണ്ട് അതുണ്ട്. പുതിയതായിട്ട് ബീറ്റ് ചെയ്യാതെ ചെയ്യുന്നവർക്ക് അതൊരു പുതിയ ഇതായിട്ട് തോന്നുകയും ചെയ്യും. അതുപോലെ തന്നെ മെനുവിലേക്ക് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ അലൈൻ ചെയ്തിട്ടുണ്ട്. അതായത് വൈഫൈ, ബ്ലൂടൂത്ത്, ഡാർക്ക് മോഡ് സെറ്റിംഗ്, മോഡ് സൗണ്ട്, സേഫ്റ്റി ലൈറ്റ്സ്, ഓൾ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് അത് അലൈൻ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇനി ഓൾ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഈ ഭാഗത്ത് കൂടുതലായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. ഇവിടെ താഴത്തേക്ക് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞോണം പുതിയതായിട്ടൊരു മോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഉള്ള ഒരു ചേഞ്ച് എന്ന് പറയാനുള്ളത്. അത് നമ്മൾ ഓൾറെഡി ബീറ്റ് ഉണ്ടായതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാൾ. പിന്നെ ബ്ലൂടൂത്തിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. വൈഫൈയുടെ ഭാഗത്തും പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവില്ല. സൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയുള്ളത് നോക്കാം. സിസ്റ്റം സൗണ്ട് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ടായ സാധനങ്ങളാണ്. മോഡ് സൗണ്ട് ഉണ്ട്. പിന്നെ ഉള്ളത് കൺസേർട്ട് മോഡാണ്. പക്ഷെ അത് ഇപ്പോഴും ബീറ്റ് ആയിട്ട് തന്നെ കാണിച്ചേക്കണം കേട്ടോ. അത് എന്താണെന്ന് എനിക്കറിയില്ല. സ്റ്റേബിൾ വെർഷനാണ് ഇപ്പോൾ വന്നേക്കുന്നത്. പക്ഷേ ഈ കൺസേർട്ട് ഇപ്പോഴും ബീറ്റിൽ തന്നെ കിടക്കുന്നത്. ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3-4 ഓല സ്കൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് നമ്മുടെ ലൈറ്റൊക്കെ കത്തി പാട്ട് കേൾക്കണം ആ ഒരു സെറ്റപ്പ് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസേർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ ലൈറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹസാർഡാന്ന് തോന്നുന്നു. ഹസാർഡിൻ്റെ ആ ഒരു ഓപ്ഷനാണ് കാണുന്നത്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൽ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് വണ്ടി ഓഫ് ചെയ്യുന്ന ടൈമിൽ ഹെഡ് ലാമ്പ് 30 സെക്കൻഡ് കത്തി കിടക്കാനുള്ളത്. പിന്നെ ഹാലോ ലാമ്പ് ഫുൾ ടൈം ഓൺ ആയി കിടക്കാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഇതാണ് പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ്. ഇതിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നത്. വണ്ടി വളച്ച് ചെയ്യാൻ നേരത്തെ ഓട്ടോമാറ്റിക് ഇൻഡിക്കേറ്റർ ഓഫ് ആവും. അത് വന്നിട്ടുണ്ട്. പിന്നെ റീജനറേഷൻ്റെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റീജനറേഷൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യം ലോ, ഡിഫോൾട്ട്, ഹൈ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് ഇത്ര നാൾ ബീറ്റ് ആയിരുന്നു. അതിൻ്റെ സ്റ്റേബിൾ വെർഷൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നാവിഗേഷൻ വന്നു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏറ്റവും അടിപൊളി ഒരു ഫീച്ചർ എന്ന് പറയാനായിട്ട് ഓലയുടെ മാപ്പ്. അടിപൊളി മാപ്പാണ്. ഞാൻ ബീറ്റയിൽ യൂസ് ചെയ്ത് നോക്കി. നമ്മൾ ഗൂഗിൾ മാപ്പ് തന്നെ അതുപോലെ തന്നെ ഇരിക്കണം. നല്ല അപ്പിയറൻസ് ഉള്ള അടിപൊളി ഒരു ആപ്പ്. മാപ്പ് മെയിൻലി ആയിരുന്നു ഇത്ര നാൾ നമ്മൾ യൂസ് ചെയ്തായിരുന്നു. അത് അത്ര അക്യുറേറ്റ് അല്ലായിരുന്നു. ഇപ്പോൾ ഓല മാപ്സും ബീറ്റ് തന്നെ വന്നേക്കുന്നത്.
ബാറ്ററിയുടെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വെക്കേഷൻ മോഡ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. സേഫ്റ്റി സെക്യൂരിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരു ടാമ്പർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ലോക്കായിരിക്കുന്ന ടൈമിൽ വണ്ടി ആരെങ്കിലും മൂവ് ചെയ്യുകയോ ഹാൻഡിൽ തിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അൺലോക്ക് ചെയ്യാനുള്ള റോങ് ആയിട്ട് പാസ്വേഡ് അടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിലേക്ക് ഒരു അലേർട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ 4 ഇൻഡിക്കേറ്റർ കത്തുകയും ചെയ്യും, ഒരു സൗണ്ട് കേൾക്കുകയും ചെയ്യും. ആ രീതിയിലൊരു അലേർട്ട് തന്നെ ഒരു ഓപ്ഷൻ. പിന്നെ ഒരു ഫോൾട്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും BT ആണ് വന്നേക്കുന്നത്. ഇത് എന്തെങ്കിലും സ്കൂട്ടറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അലേർട്ട് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. അതുപോലെ ഡോക്യുമെന്റിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഓൾ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മെനു കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ജിയോ ഫെൻസ് ഓപ്ഷൻ ഉണ്ട്, ടൈം ഫെൻസ് ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പർ മോഡ് ഓപ്ഷൻ ഉണ്ട്, സ്പോർട്ട് മോഡ്. ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, അത് ഉപയോഗിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. പിന്നെ ഇത് വെർഷൻ 4 ആണ്, MOS 4 ഉണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പുതിയതായിട്ട് അപ്ഡേറ്റ് വന്നേക്കുന്നത്. ഇതിനി എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ റീബൂട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് ബോട്ടിൽ. വണ്ടി സാധാരണ നമ്മൾ പവറും സ്റ്റാർട്ട് ചെയ്യണ സ്വിച്ചും റിവേഴ്സ് കൂടി ഞെക്കി പിടിച്ചാണ് റീബൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കിത് റീബൂട്ട് ചെയ്യാൻ ഇതിനകത്തൊരു ഓപ്ഷനും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പുതിയതായിട്ട് MOS 4 വന്നേക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഈ പറഞ്ഞ 100 പുതിയ അപ്ഡേറ്റ് ഉണ്ടെന്നാണ് ഈ ലോഞ്ചിൻ്റെ ടൈമിൽ കമ്പനി അവകാശപ്പെട്ടത്. എന്തൊക്കെയാണ് ഈ 100 അപ്ഡേറ്റിൽ പുതിയ ഓപ്ഷൻസ് എന്നുള്ളത് വണ്ടി ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ BT യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി അറിയാം. അതായത് ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക് ഓഫ് ആവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ടാമ്പർ ഡിറ്റക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ റീജിയൻ നമുക്ക് ഓഫ് ചെയ്യാനുള്ള പറ്റും. അങ്ങനെ കുറച്ച് പിന്നെ ഓല മാപ്പ്, പുതിയതായിട്ട് ഓലയുടെ തന്നെ ഓല മാപ്പ് എന്ന് പറഞ്ഞൊരു മാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ BT യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇനി കൂടുതൽ എന്തൊക്കെയാണ് ഇപ്പം സ്റ്റേബിൾ OS വന്നേക്കണേന്നുള്ളത് എന്തായാലും വണ്ടി യൂസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വണ്ടി യൂസ് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു വീഡിയോ ചെയ്യാം, എന്തൊക്കെയാണ് പുതിയതായിട്ട് വന്നേക്കണ അപ്ഡേറ്റ് കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ അപ്ഡേറ്റ് വന്ന് കിടക്കണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം. സ്റ്റേബിൾ അപ്ഡേറ്റ് ആണ്, ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ ഇഷ്യൂസൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്ഡേറ്റ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ട് ഒരു കുറച്ച് ദിവസമായി, ഒരു 5-6 ദിവസമായി എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ട്. അപ്പോൾ ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. സ്റ്റേബിൾ അപ്ഡേറ്റ് ആണ്, BT അല്ല. അതുകൊണ്ട് തന്നെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ ഉറപ്പിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, അപ്ഡേറ്റ് ചെയ്യാം. പുതിയ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാം. ഓലയുടെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇറക്കിയ ഓല S1 X+ X, ഈ 2 വണ്ടികളായിട്ടുള്ള X+ എന്ന വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ നമ്മൾ ഈ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടും.